അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ആകെ ടയേർഡായിരുന്നു. അപ്പോൾ ഞാൻ വൈഫിനോട് ചോദിച്ചു, എനിക്കൊരു ചായ വേണമെന്ന് പറഞ്ഞു. യൂഷ്വലി ഒരു ചായ തരലുണ്ട്, പക്ഷെ ഞാൻ ഇന്ന് അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഏട്ടാ പഞ്ചസാര ഒട്ടുമില്ല, അടുത്തുള്ള കടയിൽ പോയി വാങ്ങി വരാൻ പറ്റുമോ? ഞാൻ കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോൾ പറമ്പിലൂടെ കളിച്ചോണ്ടിരിക്കുക എൻ്റെ മോൻ. അവൻ എന്നെ കണ്ട് ഓടി വന്നു, അച്ഛാന്ന് വിളിച്ച് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, അച്ഛനീ ആകെ ക്ഷീണടാ, നീ പോയി കുറച്ച് പഞ്ചസാര വാങ്ങിയിട്ട് വരാൻ പറ്റുമോ ചോദിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് ഓക്കെ പറഞ്ഞങ്ങ് പോയി. ഞാൻ യൂഷ്വലി പറയാറുള്ളൊരു സാധാരണ കാര്യമാണ്, പക്ഷേ പഞ്ചസാര വാങ്ങി അവൻ കടയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു കൂട്ടം തെരുവ് നായ്ക്കൾ അവനെ ആക്രമിച്ച് അവൻ കടിച്ച് കീറി. അവനെ നീ ധൈര്യമായി എല്ലാ കാര്യം ചെയ്ത് നിന്റെ കൂടെ എപ്പോഴും അച്ഛനുണ്ടാവുമെന്ന് പറഞ്ഞ് അന്ന് എനിക്ക് അവൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ അറിഞ്ഞില്ല എന്താ സംഭവിച്ചത്. അവൻ അച്ഛന്ന് വിളിച്ച് കരഞ്ഞിട്ടുണ്ടാവും. ഞങ്ങളൊക്കെ ഓടിച്ചെല്ലുമ്പോൾ മൊത്തം ചോരയിൽ കുളിച്ച് കിടക്കായിരുന്നു. എടുത്ത് ഹോസ്പിറ്റലിൽ പോയി. മരുന്നും ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങി. ഈ ഇഞ്ചക്ഷനൊക്കെ വെക്കൂലേ. എല്ലാവരും പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവൻ രക്ഷപ്പെടുന്നു, അവന് വേറെ കുഴപ്പമൊന്നുമില്ല, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. എൻ്റെ ടെൻഷൻ കണ്ടിട്ട് ആൾക്കാർ പറഞ്ഞു നിനക്കെന്തെങ്കിലും പറ്റും, നീ ഇങ്ങനെ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങി, നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ ആകെ മാറാൻ തുടങ്ങി. എനിക്കെന്താണെന്ന് മനസ്സിലായില്ല. അവൻ എന്നോട് വെള്ളം വേണമെന്ന് ആംഗ്യം കാണിച്ചു. ഞാനൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അവന് കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് കൊടുക്കുമ്പോൾ അവന് മേലും ശരീരമൊക്കെ വിറക്കുകയായിരുന്നു. അവനത് കുടിക്കാൻ പറ്റുന്നില്ല, തൊണ്ട അടിയുന്നൊരു ഫീൽ. അവൻ ചോദിച്ചു എന്നോട്, അച്ഛാ എനിക്ക് എന്താ പറ്റുന്നതെന്ന്. എനിക്ക് ഉത്തരവില്ലാണ്ടായി. എൻ്റെ മോൻ്റെ അന്നത്തെ അവസ്ഥ ഒരച്ഛനും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതുപോലെ ഒരു മക്കൾക്കും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവരുത്.